afternoon all. Okay, okay, the afternoon. Okay. Plastic surgery very next urology and andrology. Okay, start yellow. Urology and andrology. The branch of medicine that focuses on surgical and medical diseases of the male and female urinary tract system and reproductive organs. Okay, this is urinary problems. Clear infection diseases reproductive organs. Reproduction problems male affect അതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കും andrology വിഭാഗത്തിനെയാണ് പ്രധാനമായിട്ടും സമീപിക്കേണ്ടതായിട്ട് വരുന്നത്. സോ ഇത് ക്വസ്റ്റ്യനിൽ ചോദിക്കുമ്പോൾ ഇത് എന്താ branch of medicine that focuses on surgical and medical diseases of the male and female urinary tract system and male reproductive organs. Which branch which branch urology and andrology വിഭാഗത്തിനെയാണ് സമീപിക്കേണ്ടതായിട്ട് വരുന്നത്. Okay, urinary infections എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന്റെ നെക്സ്റ്റ് സെന്റൻസുകളിൽ പറയുന്നുണ്ട്. Organs under the domain of urology include the kidneys, adrenal glands, ureters, then urinary bladder, urethra, and the male reproductive organs. Okay, നമുക്ക് അവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഈ രീതിയിലുള്ള ബുദ്ധിമുട്ട് കിഡ്നിയുമായിട്ട് എന്തെങ്കിലും പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസുകൾ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡിന്റെ എന്തെങ്കിലും ആ ഹോർമോണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് നേരിടുന്നുണ്ടെങ്കിൽ യൂറിറ്റേഴ്സ് അല്ലെ അവിടെ യൂറിനറി നാളികൾ അല്ലെ അതേമാതിരി തന്നെ യൂറിനറി ബ്ലാഡർ. ഓക്കെ, അപ്പൊ അത്തരത്തില് നമുക്ക് ഏതെങ്കിലും മൂത്രസഞ്ചിയും മൂത്രനാളികളുടെ ഏതെങ്കിലുമൊക്കെ വേരിയേഷൻസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മെയിലിന്റെ പ്രത്യുൽപാദന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡിസീസസുകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂറോളജി ആൻഡ് ആൻഡ്രോളജി വിഭാഗത്തിനെയാണ് സമീപിക്കേണ്ടതായിട്ട് വരുന്നത്. Urology combines the management of the medical conditions such as urinary tract infections and with the management of surgical conditions such as bladder or prostate cancer, kidney stones, then congenital abnormalities, traumatic injury. Okay, നമുക്കറിയാം അവിടെ അല്ലെ എല്ലാ തരത്തിലുള്ള വൈകല്യങ്ങളും അതായത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെ ഇവിടെ എന്താ പറയുന്നത് എന്തെങ്കിലും സർജറി ആവശ്യമായിട്ട് വരുന്നുണ്ടായിരുന്നു. യൂറോളജി കമ്പൈൻസ് ദ മാനേജ്മെന്റ് ഓഫ് മെഡിക്കൽ കണ്ടീഷൻസ് സച്ച് ആസ് urinary tract infections and with the management of surgical conditions അല്ലെ അതിനെന്തെങ്കിലും സർജറി ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോമ്പിനേറ്റ് ചെയ്തിട്ടാണ് അത് സർജറി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കുക. അതേമാതിരി തന്നെ മൂത്രസഞ്ചി അല്ലെ ബ്ലാഡർ ഓർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെ പുരുഷന്മാരിൽ ഉണ്ടാകാവുന്ന പ്രതിപാദന ശേഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ക്യാൻസർ പ്രോബ്ലംസുകൾ കൈകാര്യം ചെയ്യുന്നത്. അതേമാതിരി തന്നെ കിഡ്നിയിൽ സ്റ്റോൺ അല്ലെ മൂത്രത്തിൽ കല്ല് കൺജീനിയൽ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ജന്മനാ തന്നെ എന്തെങ്കിലും വൈകല്യങ്ങൾ ഇല്ലേ ഇതുമായി ബന്ധപ്പെട്ട്
അല്ലെ, എന്തെങ്കിലും വലിപ്പം കൂടുതലോ വലിപ്പക്കുറവോ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള പ്രവർത്തനക്ഷമമായ അവസ്ഥകളില്ല എങ്കിൽ, അല്ലെ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡിഫക്ട്സുകളൊക്കെ വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് വിഭാഗത്തിനെയാണ് സമീപിക്കേണ്ടത്. ആ വിഭാഗത്തിന്റെ പേര് മൈക്കിലേക്ക് കൊണ്ടുവരിക. ഏത് വിഭാഗമാണ്? ഏത് വിഭാഗമാണ്? ഒരു ചെറിയ ഇതായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കേസ് യൂറോളജി, അതേപോലെ തന്നെ ആൻഡ്രോളജി വിഭാഗം, അല്ലെ, രണ്ടും മൈൻഡിലേക്ക് തന്നെ കൊണ്ടുവരിക കേട്ടോ. കേസ് കിഡ്നി സ്റ്റോൺസ്, അല്ലെ, ഏതെങ്കിലും ഒരു കാര്യം വെച്ചുകൊണ്ട് ചോദിച്ചാൽ മതി ഇത് ഡിപ്പാർട്ട്മെന്റിനെയാണ് സമീപിക്കേണ്ടത്. അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതുമായി ബന്ധപ്പെട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ, അല്ലെങ്കിൽ യൂറിക് ഇൻഫെക്ഷൻസ്, അല്ലെ, എന്തെങ്കിലുമൊക്കെ അത്തരത്തില് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണ് സമീപിക്കേണ്ടത്? വിച്ച് ഡിപ്പാർട്ട്മെന്റ്? യൂറോളജി ആൻഡ് ആൻഡ്രോളജി വിഭാഗത്തിനെയാണ് സമീപിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. ബ്രാഞ്ച് അത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്യാം. ഒപ്പം തന്നെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ, അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ, കിഡ്നി സ്റ്റോൺസും, എന്താണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറും, അതേമാതിരി തന്നെ എന്താണ് ട്രോമാറ്റിക് ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞാൽ ആഘാതത്തിലുള്ള മുറിവ്, എന്തെങ്കിലും പെട്ടെന്ന് തന്നെ, അല്ലെ, കുട്ടികളൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, അല്ലെ, വിദ്യാർത്ഥി കുട്ടികളൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഘാതത്തിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും, അല്ലെ, മുറിവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂറോളജി വിഭാഗത്തിലൊക്കെയാണ് സമീപിക്കേണ്ടതായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയറാണോ? ക്ലിയറാണോ? വോയിസും ഓക്കെയാണോ? ഞാൻ കൂട്ടിയിട്ടേക്കാണ്. സൗണ്ട് കൂടുതൽ പറയുന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒന്ന് പറയണോട്ടോ. ഞാൻ സൗണ്ട് എനിക്ക് വോയിസ് പ്രോബ്ലം എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അല്ലല്ലോ, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലാണ്. അപ്പൊ നമ്മൾ കുറെ വിഭാഗങ്ങളാണ് കുറച്ച് ദിവസമായിട്ട് റെഫർ ചെയ്ത് പോയത്. ഓരോ വിഭാഗങ്ങളാണ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ തന്നെ, അല്ലെ, ഒരു വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇതിനൊക്കെ പ്രത്യേകം വിഭാഗമുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഓൾമോസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് എന്താണ് അസുഖം എന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്താണ് ജനറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് എന്താണ് നമ്മളെ, അല്ലെ, ഫിസിഷ്യനെയാണ് നമ്മൾ കണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ഞാൻ ഫിസിഷ്യനൊക്കെ ഓരോ കാര്യങ്ങളിലേക്ക്, അല്ലെ, ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക്, ന്യൂറോനെ അല്ലെങ്കിൽ നെഫ്രോനെ, കാർഡിയോനെ, അല്ലെ, ഇന്ന വിഭാഗത്തിലേക്ക് റെഫർ ചെയ്യും. ഞാൻ അവരെ റെഫർ ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും പിന്നീട് രോഗങ്ങളൊക്കെ കണ്ടുപിടിച്ച്, അല്ലെ, നമുക്കറിയാം കുറെ സ്കാനും കാര്യങ്ങളും റേഡിയോളജി വിഭാഗത്തിന്റെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ സേവനത്തിന്റെ ഒക്കെ ഫലമായിട്ട്, അല്ലെങ്കിൽ ലാബിന്റെ ഒക്കെ ടെസ്റ്റുകളും കാര്യങ്ങളുടെ ഒക്കെ റിപ്പോർട്ടിന്റെ ഒക്കെ ഫലമായിട്ടാണ് പിന്നെ നമ്മുടെ ഫൈനൽ, അല്ലെ, നമ്മുടെ ട്രീറ്റ്മെന്റിലേക്ക് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അപ്പോ മനസ്സിലാക്കി വെക്കുക, ഇന്ന അസുഖങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ന വിഭാഗത്തിനെയാണ് സമീപിക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പൊ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അത് തന്നെയാണ്. ഇന്ന വൈകാരികൾ വരുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ സമീപിക്കേണ്ടതായിട്ട് വരുന്നത്, അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ രീതിയിൽ തന്നെ നിങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇത്തരത്തിലുള്ള വിഭാഗത്തിനോടൊപ്പം തന്നെ മറ്റു പല ഉപവിഭാഗങ്ങളും സപ്പോർട്ടീവായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്, അല്ലെ. ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ ഇന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നമുക്ക് പേഷ്യൻസിന് ലഭ്യമാകുന്നതോടൊപ്പം തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറെ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി ഹെൽപ്പോട് കൂടിയിട്ടാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പേഷ്യന്റ് സർവീസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ സപ്പോർട്ടീവ് ആയിട്ട് എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ ഉള്ളതെന്ന് നോക്കാം. ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ ഫാർമസി, മെഡിക്കൽ റെക്കോർഡ്സ്, ഹൗസ് കീപ്പിംഗ്, മിലിറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ സോഷ്യൽ സർവീസ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതെല്ലാം തന്നെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു തുടങ്ങിയോ? മെഡിക്കൽ റെക്കോർഡ്സ് എടുത്തോ? ഹൗസ് കീപ്പിംഗ് ഏതെങ്കിലുമൊക്കെ എടുത്തോ? എന്തെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് എന്തായാലും ഇതിൽ എടുത്ത് തുടങ്ങിയിട്ടുണ്ടോ? സെൻട്രൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ടില്ല. ഓക്കെ, എല്ലാം തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ലബോറട്ടറി ഉണ്ട്,
റേഡിയോ ഡയഗ്നോസിസ് സർവീസിന്റെ ഇൻട്രൊഡക്ഷൻ ആ ഒരു ടൈമിംഗ് കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ജസ്റ്റ് ആ ഫസ്റ്റ് ഇതിൽ വരുന്നത്. ഇതെല്ലാം തന്നെ ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളില് അല്ലെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളില് തേർഡ് മൊഡ്യൂളിലോ ഫോർത്ത് മൊഡ്യൂളിലൊക്കെ ആയിട്ട് നിങ്ങൾ ഇതെല്ലാം തന്നെ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഇതാ തന്നെ കവർ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പോവാം. ഇനി ലബോറട്ടറി, ക്ലിനിക്കൽ ലബോറട്ടറീസ് അല്ലേ നമുക്ക് ജസ്റ്റ് ഓരോന്നിന്റെയും ചെറിയൊരു കാര്യങ്ങള് ഔട്ട്ലൈൻ പോലെ ഒന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു വലിയ ചാപ്റ്റർ ആണ്. ലബോറട്ടറി, റേഡിയോ ഡയഗ്നോസ്റ്റിക് സർവീസ്, CHC ഒക്കെ ഓരോ ചാപ്റ്ററുകളാണ്. അപ്പോ അതില് ചെറിയ ഇതായിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പൊ എന്താ പറയുക, ഫാർമസി ഒക്കെ വലിയ ചാപ്റ്റർ ആണ്, ലബോറട്ടറിക്ക് ഒരു വലിയ ചാപ്റ്റർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. പക്ഷെ വിവിധ മൊഡ്യൂളുകളിലാണ് നിങ്ങളത് പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സപ്പോർട്ടീവ് ആയിട്ട് ഹോസ്പിറ്റലിന് ഇത്തരത്തില് സപ്പോർട്ടീവ് ആയിട്ടുള്ള വിവിധ സേവനങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. ക്ലിനിക്കൽ ലബോറട്ടറിയിൽ എന്താണ് പ്രധാനമായിട്ട് ചെയ്തു പോകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ട പറയുന്നത് ക്ലിനിക്കൽ ലബോറട്ടറീസ്. ഓക്കെ, ക്ലിനിക്കൽ ലബോറട്ടറികളിൽ നമ്മൾ എന്താ ചെയ്യാറ് പൊതുവേ? ഡോക്ടേഴ്സ് എന്താണ് പേഷ്യന്റിനെ പരിശോധിച്ചതിന് ശേഷം അവർ ഇതുവരെയും ബ്ലഡ് ചെക്ക് ചെയ്യണം അല്ലെ, അതിന് എന്തെങ്കിലുമൊക്കെ പറയില്ലേ യൂറിൻ ലബോറട്ടറിയില്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും മനുഷ്യന്റെ ബോഡിയിൽ നിന്ന് ഉള്ള എന്തെങ്കിലും ഫ്ലൂയിഡ്സ് പരിശോധനയ്ക്ക് അയക്കണമെന്ന് പറയും അല്ലെ. അതിനുശേഷം അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടായിരിക്കും ഡോക്ടേഴ്സ് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നത് അല്ലെ. അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കാറില്ലേ? വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഇതൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടുത്തെ അല്ലെ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പരിചരണം നടത്തിയിട്ട് പോകാനായിട്ട് സാധിക്കും. അതെല്ലാം കുറച്ചും കൂടി ആവുമ്പോഴേ ചിലപ്പോൾ അവർ പറയും, ഡോക്ടേഴ്സ് പറയും അല്ലെ, ഫസ്റ്റ് ടൈം മാറിയില്ല എങ്കിൽ, അസുഖങ്ങൾ മാറിയില്ലെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ വീണ്ടും വരികയാണെങ്കിൽ അവർ ഫസ്റ്റ് ആയിട്ടും പറയും അല്ലെ, എന്തെങ്കിലും ഒന്ന് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും ഡോക്ടേഴ്സ് അല്ലെ. അത് എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം ലബോറട്ടറിയുടെ സേവനത്തിൽ നിന്നാണ് നമുക്ക് ആ ചികിത്സാ റിസൾട്ടുകളൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്. സോ അതാണ് അതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അല്ലെ. അതിൽ നോക്കുക, ക്ലിനിക്കൽ ലബോറട്ടറീസിൽ പറയുന്നത് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ക്ലിനിക്കൽ ലബോറട്ടറി ഈസ് ടു perform lab tests in the 6 main fields of bacteriology, biochemistry, histology, serology, then hematology and cytology. Okay, അതായത് എന്താണ് 6 ഫീൽഡ്സുകൾ അവിടെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. 6 മേഖലകളിലായിട്ടാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അതായത് നമുക്കറിയാം നമ്മളുടെ ശരീരത്തിന്റെ എന്താണോ രോഗാവസ്ഥ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ടിഷ്യൂ അല്ലെ, നമ്മുടെ സെല്ല് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അവിടെ ടെസ്റ്റിങ്ങിന് വിധേയമാക്കിയിട്ട് അതിന്റെ റിസൾട്ടിന്റെ ബേസിലാണ് ഡോക്ടേഴ്സ് അല്ലെ പിന്നീട് രോഗത്തിന്റെ ശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ നിർദ്ദേശിക്കുന്നത് അല്ലെ. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്കറിയാം ഇതില് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ചോദിച്ചാണ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ക്ലിനിക്കൽ ലബോറട്ടറീസ് ടു പെർഫോം ലാബ് ടെസ്റ്റ് അല്ലെ. ലാബ് ടെസ്റ്റ് നിർവഹിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള എന്താ നമ്മുടെ ലബോറട്ടറിയുടെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ പെടുന്നുണ്ട്? 6 മെയിൻ ഫീൽഡ്സ് ആയിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്ത് പോകുന്നത്. ഒന്ന് ബാക്ടീരിയോളജി, then biochemistry, then histology, serology, hematology and cytology. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകുന്നുണ്ട്. കാരണം നമുക്കറിയാം ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെ, നമ്മുടെ ഈ പറഞ്ഞ മാതിരി ജീവനുള്ള അല്ലെ സസ്യങ്ങളുടെ ആണെങ്കിലും മനുഷ്യരുടെ ആണെങ്കിലും അല്ലെ സൂക്ഷ്മ ജീവികളുടെ ആണെങ്കിലും എന്തെങ്കിലും രാസപ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ അല്ലെ? അവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മളുടെ ശരീരത്തിന് ഈ അസുഖമായിട്ട് വരാൻ സാധ്യത വന്നിട്ടുണ്ടോ അല്ലെ? അത് ഏതെങ്കിലും സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനം കൊണ്ടാണോ ഈ വൈയായിയൊക്കെ വന്നതെന്നുള്ളത് നമുക്കറിയാം. അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് നിർത്തേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യുന്നത് ബാക്ടീരിയോളജി വിഭാഗത്തിലാണ് അത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. അതേമാതിരി തന്നെ ബയോകെമിസ്ട്രി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ സൂക്ഷ്മജീവികൾ അല്ലെ, സൂക്ഷ്മജീവികളുടെ രാസപ്രവർത്തനം തന്നെയാണ് ബയോകെമിസ്ട്രിയുടെ മരുന്ന്. ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ സൂക്ഷ്മജീവികൾ എന്താണ് ഫംഗസ്, വൈറസ് അല്ലെ, ബാക്ടീരിയ ഇതിന്റെയൊക്കെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ. അതേമാതിരി തന്നെ സൂക്ഷ്മജീവികളുടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അല്ലെ, അത് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അനലൈസേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബയോകെമിസ്ട്രിയിൽ നമ്മൾ ടെസ്റ്റിന് ലാബ് ടെസ്റ്റിന് വിധേയമാകുന്നത്.
അതേമാതിരി തന്നെ ഹിസ്റ്റോളജി. എന്താണ് ഹിസ്റ്റോളജിയിൽ പറയുന്നത്? ശരീരത്തിലെ കലകളെ കുറിച്ച് അല്ലെ, ടിഷ്യൂക്കളെ കുറിച്ചിട്ട്. അപ്പൊ അതിന്റെ ഘടനയിൽ എന്തെങ്കിലും വേരിയേഷൻസ് സംഭവിച്ചത് കൊണ്ടാണോ എന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത് അല്ലെ. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ്, ഈ ഒരു ഡിസീസസിന് കാരണം എന്തെങ്കിലും ഘടനയിലെ വേരിയേഷൻസ് വന്നിട്ടാണോ അല്ലെ, അവിടെ ടിഷ്യൂവിന്റെ എന്തെങ്കിലും വേരിയേഷൻസ് കൊണ്ടാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹിസ്റ്റോളജിയിൽ നമ്മളെ ടെസ്റ്റുകൾക്ക് കാര്യങ്ങൾക്ക് വിധേയമാകുന്നത്. അതേമാതിരി തന്നെ സെറോളജി. എന്താണ് സെറോളജിയിൽ പറയുന്നത്? ശരീര ദ്രവങ്ങൾ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും അല്ലെ മൈക്രോസ്കോപ്പ് കൊണ്ടൊക്കെ അനലൈസ് ചെയ്ത് ഓക്കെ അതിൽ എന്തെങ്കിലും അണുബാധ സംഭവിച്ചിട്ടുണ്ടോ അല്ലെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്യുന്ന രോഗാവസ്ഥ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലാബ് ടെസ്റ്റുകൾ നടത്തുന്നത്. അത് ശരീരത്തിന്റെ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളെയും എടുത്ത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ് അല്ലെ. എന്തിനാണോ എന്താണ് ഇൻഫെക്ഷൻ വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ബ്ലഡ് അല്ലെങ്കിൽ സെറം അതല്ലെങ്കിൽ അല്ലെ എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് അവര് എന്താണ് ടെസ്റ്റിന് വിധേയമാണ്. ഓക്കെ, അതിനുശേഷമാണ് ഓക്കെ. അപ്പൊ നമ്മള് എന്താ പറഞ്ഞു വന്നത്, എന്താണ് ഇവിടെ സെറോളജി അല്ലെ. ഇവിടെ ഈ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും ആന്റിബോഡിയുടെ അല്ലെ എന്തെങ്കിലും കൂടുതലോ കുറവോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വേരിയേഷൻസ് മനസ്സിലാക്കിയിട്ടാണ് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. then ഹെമറ്റോളജി. ഹെമറ്റോളജി എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടാണ്? ഹെമറ്റോളജി ബ്ലഡ് റിലേറ്റഡ് അല്ലെ. ബ്ലഡില് നമുക്കറിയാം ബ്ലഡിന്റെ കൗണ്ടും അല്ലെ, ഇൻ കേസ് HB വരെ നമുക്കറിയാം നല്ല രീതിയിൽ നടത്തി പോയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളും അല്ലെ വരാനൊക്കെ സാധ്യതയുണ്ട്. കേസ് ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്യാൻസറും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അത് റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഹിമോഫീലിയ അല്ലെ, അതൊക്കെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ തന്നെയാണ്. സോ അതൊക്കെ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ ലാബ് ടെസ്റ്റിലേക്ക് റിസൾട്ടിന്റെ ബേസ് തന്നെയാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ വിഭാഗത്തിനെയാണ്, ആ ഒരു ക്ലിനിക്കൽ ലബോറട്ടറിയിലെ ഹെമറ്റോളജി വിഭാഗത്തിലാണ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ സൈറ്റോളജി. സൈറ്റോളജി എന്ന് പറയുമ്പോൾ സെല്ല്, ഓക്കെ, സെല്ലിനെ കുറിച്ചിട്ടുള്ള അല്ലെ എന്തെങ്കിലും ശരീരത്തിന്റെ ഇത് മാത്രമേ കേട്ടല്ലോ ഈ പറഞ്ഞ മാത്രമേ പ്രവർത്തന സ്വഭാവങ്ങൾ അല്ലെ, അതിന്റെ എന്തെങ്കിലും ഘടനയിലൊക്കെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ പറയുന്ന ടെസ്റ്റുകളുടെ റിസൾട്ട് അനുസരിച്ചിട്ടാണ് അവര് തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ രോഗനിർണയം നടത്തിയിട്ട് ശുശ്രൂഷ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ മോസ്റ്റ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറഞ്ഞ ക്ലിനിക്കൽ ലബോറട്ടറി അല്ലെ. നമുക്കറിയാം ലാബിലെ ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് ഈ ബോഡിയിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ബോഡി അല്ലെ റിയാക്ട് ചെയ്ത് പ്രതിഫലിപ്പിക്കുന്ന ഈ എന്തെങ്കിലും ഈ അസുഖത്തിന് എന്താണോ ബേസ്, എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ലാബിലെ വിവിധ വിവിധ മേഖലകളിൽ തന്നെ അവര് ടെസ്റ്റുകൾക്ക് വിധേയമാകും. അതനുസരിച്ചിട്ട് റിസൾട്ടിന്റെ ബേസിലാണ് പിന്നീട് ചികിത്സാ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് ലഭ്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. സോ ഇതൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഓർത്ത് വെക്കുക ക്ലിനിക്കൽ ലബോറട്ടറി. അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ലബോറട്ടറീസ് ടു പെർഫോം എ ലാബ് ടെസ്റ്റ് ഇൻ 6 മെയിൻ ഫീൽഡ്സ്. ഏത് ഫീൽഡ്സുകളാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെ മേഖലകളാണ്? ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സെറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ലാബില് നന്നായിട്ട് എല്ലാത്തിന്റെ ചാപ്റ്ററിൽ കൂടി ഡീപ്പായിട്ടൊക്കെ പഠിച്ചു പോകും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റിംഗ് മെഡിക്കൽ സ്റ്റാഫ് ഇൻ മേക്കിംഗ് ആൻഡ് കൺഫർമിംഗ് ഡയഗ്നോസിസ് ഇൻ ദ ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസസ്. നമ്മൾ പറഞ്ഞ മാതിരി എന്താണ് രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ മുൻകരുതൽ എടുക്കാൻ അല്ലെങ്കിൽ ചികിത്സാ കാര്യങ്ങൾ അല്ലെ ഇന്ന രോഗാവസ്ഥയിലെ ചികിത്സാ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കാൻ ചികിത്സ കൊണ്ടുവരാനും രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലാബ് ടെസ്റ്റുകളുടെ ഒരു സഹായം അവിടെ ആവശ്യമായിട്ട് വരുന്നത്.
അപ്പൊ അസിസ്റ്റന്റ് മെഡിക്കൽ സ്റ്റാഫ് ഇൻ മേക്കിംഗ് ആൻഡ് കൺഫേമിംഗ് ഡയഗ്നോസിസ് അല്ലെ. നമുക്ക് ഇന്ന രോഗമാണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന ലാബിന്റെ റിസൾട്ടുകൾ കിട്ടണം. ഓക്കെ, ആ റിസൾട്ടിന്റെ ബേസിൽ നമുക്കറിയാം ചികിത്സ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇന്ന അസുഖങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും വരാതിരിക്കാനൊക്കെ ആയിട്ട് അതുകൊണ്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അല്ലേ? ഏതാണോ? ക്ലിനിക്കൽ ലബോറട്ടറി ഒക്കെയാണോ? ജസ്റ്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും വെച്ച് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തി വെക്കുക. ലബോറട്ടറിയുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് പോവുക. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റേഡിയോളജിയാണ്. റേഡിയോ ഡയഗ്നോസിസ് സർവീസസ്. എന്താണ് റേഡിയോളജി വിഭാഗത്തിന് നമുക്ക് ലഭ്യമാകാറുള്ളത്? കാര്യങ്ങളാണോ? ടെസ്റ്റിംഗും കാര്യങ്ങളാണോ കിട്ടാറുണ്ടോ? റേഡിയോളജി വിഭാഗത്തിനെ സമീപിക്കാൻ പറയാറുണ്ടോ ഡോക്ടേഴ്സ്? അല്ലെ, എന്തെങ്കിലും കയ്യോ കാലോ പൊടിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും അല്ലെ. ശരീരത്തിൽ ഇൻ കേസ് നെഞ്ചുവേദന കൂടുതൽ കമ്പിട്ടിട്ട് എന്തെങ്കിലൊക്കെ ആണെങ്കിലും അവിടെ എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും. കാരണം എത്രത്തോളം അവിടെ അല്ലെ ആ ബോഡി എഫക്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എക്സ്റേ മാത്രമല്ല നമുക്കറിയാം CT, MRI അങ്ങനെയൊക്കെ പലതരത്തിലുള്ള സ്കാനിങ് കാര്യങ്ങളൊക്കെ ലഭ്യമാക്കി തരുന്നത് ഏത് വിഭാഗമാണ്? റേഡിയോളജി വിഭാഗമാണ്. ഓക്കെ, അപ്പൊ മറ്റൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി. The main function of this department is to assist the physician in the diagnosis and treatment of a patient. This is by the use of radiography. Okay, then fluoroscopy, radio isotopes and high voltage acceleration. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു അല്ലെ ഡോക്ടറിനെ സംബന്ധിച്ച് ഒരു ഫിസിഷ്യനെ സംബന്ധിച്ച് ലക്ഷണങ്ങൾ വെച്ചിട്ട് അവരുടെ മനസ്സിലാവും ഇന്ന കാര്യങ്ങളായിരിക്കും ആ രോഗിയെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്താൻ കാരണമുണ്ടായിരിക്കുന്നത്. സോ ഇന്ന കാര്യങ്ങൾ കൊണ്ട് അവിടെ എന്നല്ലെങ്കിൽ അല്ലെ ആ ഒരു വ്യക്തിയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് റേഡിയോളജിയുടെ വിഭാഗം അതിന്റെ സേവനം ലഭ്യമാക്കണമെന്ന് തീർച്ചയായിട്ടും നിർദ്ദേശിക്കും അല്ലെ. അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രോഗനിർണയം നടത്തുകയും ട്രീറ്റ്മെന്റ് ഒക്കെ നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നത്. The main function of this department is to assist the physician the diagnosis and the treatment of a patient's disease by the use of a radiography. അല്ലെ, എന്താണ് നമുക്കറിയാം റേഡിയോഗ്രാഫിന്റെ ആ പിക്ചറിന്റെ ആ ഇമേജിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോടോപ്പ് ആൻഡ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ നമുക്കറിയാം MRI ഒക്കെ പോലെയുള്ള ഇമേജുകൾ കിട്ടുമ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രോഗനിർണയം അത് അനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. The various diagnostic equipments are പലതരത്തിലുള്ള നമ്മളെ പറഞ്ഞ രോഗനിർണയം നടത്താൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എക്സ്റേ മെഷീൻ. നമുക്കറിയാം ചെറിയ രീതിയിലുള്ള ഒടിവുകളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളെ നിർദ്ദേശിക്കുന്നത് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് എക്സ്റേ എടുത്തിട്ട് വരാനാണ് അല്ലേ. എക്സ്റേ എടുത്തിട്ട് വരാനല്ലേ നിർദ്ദേശിക്കുക ഫസ്റ്റ് ടൈമിലൊക്കെ. ഓക്കെ, അതേപോലെ തന്നെ CT സ്കാൻ അല്ലെ, CT സ്കാൻ പറയും. CT സ്കാൻ എടുക്കുന്ന ഈ പറഞ്ഞ മാതിരി തന്നെ എക്സ്റേയുടെ തന്നെ കുറെ ഒരു ഭാഗം മൊത്തത്തിൽ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് CT സ്കാൻ എടുക്കുന്നത് അല്ലെ. ഒരു CT സ്കാൻ കേസ് ഇപ്പൊ തലയിലാണ് പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ഡോക്ടറിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഏത് പർട്ടിക്കുലർ ഏരിയയിലാണ് അത് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഏരിയയിലാണെങ്കിൽ ആ ഒരു എക്സ്റേ എടുത്താൽ മതിയായിരുന്നു. പക്ഷെ തലയിൽ ഏത് വിഭാഗത്തിൽ ഏത് പ്ലേസിലാണ് എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്താണ് അവർക്ക് CT സ്കാൻ എടുത്തിട്ട് വരാൻ പറയും അല്ലെ. എന്താണ് CT സ്കാനിന്റെ ഫുൾഫോം എന്താണ്? ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ പറ്റുമോ? എല്ലാവർക്കും നോട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. കമ്പ്യൂട്ടർ ടോമോഗ്രഫി അല്ലേ, CT സ്കാൻ മെഷീൻ. CTയുടെ ഫുൾഫോം ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു പോവാട്ടോ. കാരണം മറ്റുള്ളവർക്കൊക്കെ നോട്ട് ചെയ്ത് പോകാൻ എളുപ്പമായിരിക്കും. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കിലൊക്കെ കിട്ടിയോ? എല്ലാവർക്കും ഓക്കെ. അപ്പൊ നിങ്ങൾ അതിൽ തന്നെ നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാട്ടോ എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സസ് ഒക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് CT സ്കാൻ. CT സ്കാൻ നമുക്കറിയാം
ആക്കിയിട്ടില്ല, വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ കുറച്ച് കിട്ടാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? പറയണോട്ടോ, എന്തെങ്കിലൊക്കെ നോട്ട് ചെയ്ത് പോകാനുണ്ടെങ്കിൽ. ഇതെല്ലാം നോട്ട് ചെയ്ത് പോകണ്ട, കാരണം ഓരോന്നോരോന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ടച്ച് ചെയ്ത് പോയാൽ മതി. അല്ലാതെ നമ്മൾ ചെറുതായിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ടെക്സ്റ്റ് കിട്ടുമ്പോ തന്നെ അതിനോടൊപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മളെ ക്ലിനിക്കൽ ലബോറട്ടറി കഴിഞ്ഞു. അതിൽ റേഡിയോളജി അല്ലെ, നമുക്ക് നെക്സ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത് റേഡിയോളജിയാണ്. റേഡിയോളജിയിൽ നമ്മൾ പറഞ്ഞു വേരിയസ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സുകൾ എന്തായാലും പറഞ്ഞു. ഫസ്റ്റ് വൺ എക്സ്റേ മെഷീൻ ആണ്. സെക്കൻഡ് വൺ CT സ്കാൻ മെഷീൻ അല്ലെ, കമ്പ്യൂട്ടർ ടോമോഗ്രാഫി. ജസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ അല്ലെ പെർട്ടിക്കുലർ പ്ലേസിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തപ്പോ തലയുടെ ഒരു ഭാഗത്ത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അതിനൊക്കെ രക്തം കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അല്ലെ, അങ്ങനെയൊക്കെ എവിടെയെങ്കിലും രക്തയോട്ടത്തിനൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ചെറുതായിട്ടൊരു CT, അത് പർട്ടിക്കുലർ ഒരു വിഭാഗത്തിനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ സ്പോട്ട് അറിയാൻ പറ്റാത്ത വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ CT സ്കാൻ ആയിരിക്കും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുക. അതുപോലെ തന്നെ ഇത് ഒന്നും അല്ലെ ഒരു പർട്ടിക്കുലർ തലയാണോ കൈയാണോ അല്ലെ ഷോൾഡറാണോ എവിടെയെന്നൊന്നും പ്രത്യേക വിഭാഗം തിരിച്ചും അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ ഡോക്ടർ പറയും എന്താണ് ഒരു MRI സ്കാൻ എടുത്തുകൊണ്ട് പറയുന്നത് അല്ലെ, ഒരു MRI എടുത്തിട്ട് വരാനായിട്ട് പറയും. കാരണം അവർക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. എന്താണ് MRIയുടെ ഫുൾ ഫോം? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് മെഷീൻ. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്ത് പോവുക. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എക്സ്റേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഡോക്ടർക്ക് അല്ലെ. കൈ പിടിച്ചു പോകുമ്പോൾ നമുക്കറിയാം ഒരു പൊട്ടി സംഭവിച്ചെങ്കിൽ അതിന്റെ മാത്രം എക്സ്റേ എടുത്തിട്ടാണ് അല്ലെ. അതേസമയം CT എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു തലയിൽ എവിടെയാണ് രക്തയോട്ടം സംഭവം നനച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ തലയിലെ നെർവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടറിന് ഒരു ചെറിയൊരു അല്ലെ ലക്ഷണം പഠിച്ച് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ CT എടുത്തിട്ട് വരാൻ പറയും. പക്ഷെ ഒന്നും ഈ പറഞ്ഞ മാതിരി നിർണ്ണയിക്കാൻ പറ്റാതെ വരുമ്പോൾ മൊത്തത്തിൽ ഒരു ഇമേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് MRI എടുത്തിട്ട് വരാനായിട്ട് ഡോക്ടേഴ്സ് ആവശ്യപ്പെടും. അതൊക്കെ ഏത് വിഭാഗത്തിൽ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്ന അതിന്റെ സേവനങ്ങള് ഏത് വിഭാഗത്തിൽ നിന്നാണ് ലഭ്യമാകുന്നത്? റേഡിയോളജി വിഭാഗത്തിൽ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ക്യാച്ച് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, വീണ്ടും എന്താണ് എക്കോകാർഡിയോഗ്രാം. എക്കോകാർഡിയോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ് അൾട്രാസൗണ്ട് ഉപയോഗിച്ചിട്ട് അല്ലെ നമുക്കറിയാം കുറച്ചും കൂടി പിക്ചറൈസ് ചെയ്തിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ തക്ക വിധത്തില് കുറച്ചും കൂടി ഇമേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എക്കോകാർഡിയോഗ്രാം എടുക്കാനായിട്ട് പറയുന്നത്. സ്കാനർ യൂസ് അൾട്രാസൗണ്ട് ക്രിയേറ്റ് എന്താണ് പിക്ചർ ഓഫ് ബ്ലഡ് അതിന്റെ ബ്ലഡ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ബ്ലഡ് ഡിസീസ് ഒക്കെ വരുമ്പോൾ ഒരു എക്കോകാർഡിയോഗ്രാം എടുത്തിട്ട് വരാൻ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു പിക്ചർ നേടിയെടുക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കുന്നു. പിന്നെ അതേമാതിരി തന്നെ അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ കേസ് കുട്ടി അല്ലെ പ്രഗ്നൻസി ടൈമിൽ കുട്ടിയുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്താണ് അതനുസരിച്ചിട്ടുള്ള അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ അതൊക്കെ അതിന്റെയൊക്കെ ഇമേജസ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടേഴ്സ് അനലൈസ് ചെയ്ത് പോകുന്നത്. സോ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഹെൽപ്പ് ചെയ്ത് തരുന്നത് ഏത് വിഭാഗത്താണ്? റേഡിയോളജി വിഭാഗത്തിൽ നിന്നാണ് ഹെൽപ്പിംഗ് ലഭ്യമാകുന്നത്. അപ്പൊ നമ്മുടെ ലാബ് ടെസ്റ്റുകളെല്ലാം നമുക്കറിയാം ലബോറട്ടറികളിൽ നിന്നാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഹിസ്റ്റോളജി, ബയോകെമിസ്ട്രി, സെറോളജി, ഹെമറ്റോളജി, സൈറ്റോളജി അല്ലെ ഇന്ന രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ നമുക്ക് അല്ലെ അതിന്റെയൊക്കെ ക്ലിയർ പിക്ചർ ലഭ്യമാകുന്നത് ലബോറട്ടറിയുടെ സേവനത്തിൽ നിന്നാണെങ്കിൽ റേഡിയോളജി വിഭാഗത്തിൽ നിന്നാണ് നമുക്കറിയാം എക്സ്റേ മെഷീൻ അല്ലെ എക്സ്റേയും CT സ്കാനും MRI സ്കാനും എക്കോകാർഡിയോഗ്രാമും അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ അല്ലെ കുട്ടിയുടെയും കുഞ്ഞിന്റെയും അതേമാതിരി തന്നെ അല്ലെ ആ ഗർഭകാലത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലും അല്ലെ കേസ് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പൊക്കെ കുറഞ്ഞു പോകുന്നുണ്ടോ കൂടി പോകുന്നുണ്ടോ എന്നൊക്കെ ക്ലിയർ പിക്ചർ നമുക്ക് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നത് ഈ അൾട്രാസൗണ്ട് കളർ ഡോപ്ലറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം ആ ടൈമിലൊക്കെ അല്ലെ പ്രഗ്നൻസി ടൈമിലൊക്കെ എപ്പോഴും ചെല്ലുമ്പോൾ ചെക്കപ്പ് ചെയ്യുന്ന ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളായിരിക്കും അല്ലെ. അൾട്രാസൗണ്ട് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ രോഗനിർണയത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്, CSSB. എപ്പോഴും ഇതിന്റെ അബ്രിവേഷൻ ചോദിച്ച് കാണാറുണ്ട്, CSSB അല്ലെ. അതെന്താണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം എന്താണുള്ളത് നമുക്ക് നോക്കാം. ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ നമുക്കറിയാം, നമ്മള് അല്ലെ പേഷ്യൻസ് അത്രയും അറിയുന്നില്ല എങ്കിലും അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ അണുവിമുക്തമാക്കി ഉപയോഗിച്ച് നല്ല രീതിയിൽ സപ്ലൈ ചെയ്ത് കൊണ്ടുപോകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഒരുപാട് എക്യുപ്മെന്റ്സ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. പേഷ്യൻസ് അവിടെ ചെല്ലുന്നത് മുതലേ, പേഷ്യന്റ് ആണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും എന്തെങ്കിലും എക്യുപ്മെന്റ്സ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം അണുവിമുക്തമാക്കിയ എക്യുപ്മെന്റ് ആയിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ അണുവിമുക്തമാക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം, അതിന് കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ നടപടിക്രമത്തിനനുസരിച്ചിട്ടാണ് അണുവിമുക്തമാക്കുന്ന ആ ഒരു പ്രോസസ്സിംഗ് അവിടെ നിർവഹിക്കുന്നത്. This department is in charge of keeping all the instruments used in the hospital clean and sterilized to avoid spreading of infections throughout the hospital. ഹോസ്പിറ്റലില് എന്താണ് അണുക്കൾ കൊണ്ട് അല്ലെ എന്തെങ്കിലും അണുബാധയൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ നല്ല കൃത്യമായ രീതിയിൽ എല്ലാ എക്യുപ്മെന്റ്സും അണുവിമുക്തമാക്കിയിട്ട് അതിന് ആവശ്യക്കാർക്ക്, അതായത് ആവശ്യമായ ഡിപ്പാർട്ട്മെന്റിന് അവരുടെ ആവശ്യമനുസരിച്ചിട്ട് തന്നെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സും സപ്ലൈ ചെയ്ത് വിതരണം ചെയ്ത് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആൻഡ് സ്റ്റെറിലൈസ്ഡ്. സ്റ്റെറിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണുവിമുക്തമാക്കിയത് സപ്ലൈ ചെയ്യുന്നത് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പ്രോസസിംഗ് നേച്ചറൊക്കെ ഉണ്ട്. They follow a strict procedure for sterilizing medical and surgical instruments. അവിടെ ഈ പറഞ്ഞ അല്ലെ നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഒരുപാട് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. സിസേഴ്സും അല്ലെ പലതരത്തിലുള്ള ചെറിയ രീതിയിലുള്ള കത്തികൾ, പെൻ പോലെയുള്ള കത്തികളൊക്കെ യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ് അണുവിമുക്തമാക്കിയിരിക്കുന്നത് അല്ലെ. എങ്കിൽ മാത്രമാണ് അവിടെ രോഗിക്കും അതേപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്ന അവിടെയുള്ള വർക്കേഴ്സിനും അല്ലെ ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ അണുക്കള് നിറഞ്ഞ എക്യുപ്മെന്റ്സ് ഒക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ അണുക്കളൊന്നും ഇല്ലാത്ത എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സപ്ലൈ അല്ലെ ഈ എക്യുപ്മെന്റ്സിന്റെ എന്താണ് അണുവിമുക്തമാക്കിയ എക്യുപ്മെന്റ്സിന്റെ സപ്ലൈ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം അതിന് കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരു ചാപ്റ്റർ അതുമായി ബന്ധപ്പെട്ട് തന്നെ പഠിക്കും. ചെറിയ ചാപ്റ്റർ ഒക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ചാപ്റ്റർ ആണ്. അപ്പൊ അതിലും നമുക്കറിയാം അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അത് ആദ്യം ഫസ്റ്റ് ഔട്ട് അനുസരിച്ചിട്ടൊക്കെയാണ് അവിടുത്തെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ടാകുന്നത് അല്ലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും. നമുക്കറിയാം ഇപ്പൊ വലിയ ഹോസ്പിറ്റലൊക്കെ ന്യൂറോളജി ഉണ്ടാവും, മെട്രോളജി ഉണ്ടാവും, കാർഡിയോളജി ഉണ്ടാവും, എല്ലാ വിഭാഗത്തിലും ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് വരും. ഒരേ സമയം തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് വരും. ഓരോരുത്തരും ഇന്ന എക്യുപ്മെന്റ്സ് ഇന്ന ടൈമിൽ വേണം എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്നു. ആ ഡിപ്പാർട്ട്മെന്റ് ആദ്യം ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് അവർക്കെല്ലാം കൃത്യമായിട്ട് തന്നെ ഈ എക്യുപ്മെന്റ്സ് അത് അണുവിമുക്തമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് അവിടെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇവരുടെ സേവനത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഹോസ്പിറ്റലിൽ നിർവഹിച്ചിട്ടുള്ളത്. മൂന്ന് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ആദ്യം പഠിച്ചത് ഓരോ രോഗാവസ്ഥയിൽ ഏത് ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കണം എന്നുള്ളതാണ് അല്ലേ. അതിനുശേഷം ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താണ്? അവിടെ ഹോസ്പിറ്റലില് ഇത്തരത്തിലുള്ള എല്ലാ സേവനങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നതിന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിലെ ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു ലബോറട്ടറി, സെക്കൻഡ് വണ് റേഡിയോളജി വിഭാഗം, തേർഡ് വണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. CSSB അതിന്റെ ഫുൾ ഫോം ഒക്കെ നോട്ട് ചെയ്തില്ലേ? അത് എന്താണ് ചെയ്യണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. ഡിപ്പാർട്ട്മെന്റ് ഈസ് ഇൻ ചാർജ് ഓഫ് കീപ്പിംഗ് ഓൾ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ്ഡ് അല്ലെ. അണുവിമുക്തമായിട്ടും ക്ലീൻ ആയിട്ടും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കീപ്പ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSB ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹൗസ് കീപ്പിംഗ്. എന്താണ് ഹൗസ് കീപ്പിംഗിൽ പറയുന്നത്? This department takes the charge of keeping the hospital clean and neat.
ഓക്കെ, ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനമായിട്ടും നമുക്കറിയാം അവിടെ അണുക്കളൊക്കെ ഉണ്ടാവാൻ ധാരാളം സാധ്യത കൂടുതലാണ്. കാരണം ഓരോ രോഗികളും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടായിരിക്കും അവിടെ വരുന്നത് അല്ലെ. അപ്പൊ അണുവിമുക്തമാക്കിയ ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിച്ചു അല്ലെ സംരക്ഷിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹോസ്പിറ്റലായിരിക്കും ഏതൊരു പേഷ്യന്റും പ്രിഫർ ചെയ്യുന്നത്. So this department, എന്താണ് ചെയ്യുന്നത്? This department is the charge of keeping the hospital clean and neat. Then it involves doing the laundry and cleaning all the rooms of the hospital and effectively disposing of medical waste according to strict hospital disposal procedures. Okay, നമുക്കറിയാം ഇന്ന് ക്ലീൻ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു വീട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി കൊണ്ടുപോകണമെങ്കിൽ നല്ല നടപടിക്രമം വേണം അല്ലെ. മിക്കവാറും വീടുകളിലൊക്കെ ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കുന്ന കുട്ടികളെ ഷൗട്ട് ചെയ്യുന്നതിന്റെ പ്രധാന കാര്യം അവര് കെയർലെസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നീറ്റായിട്ട് ടയറായി കഴിഞ്ഞ് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഒരുപാട് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സേവനമാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. അതായത് നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം. ഓരോ റൂമുകളിലൊക്കെ ആണെങ്കിലും തുണികളൊക്കെ ആണെങ്കിലും അല്ലെ അവിടെ ഇൻപേഷ്യന്റ് ഒക്കെ ആവുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ലോണ്ടറി വിഭാഗത്തിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെ വിഭാഗമൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനത്തോട് കൂടിയിട്ട് കൃത്യമായിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകണം. അതോടൊപ്പം തന്നെ cleaning all the rooms of the hospital and effectively disposing of medical waste according to strict hospital disposal procedure. അല്ലെ നമ്മള് ഈ പറഞ്ഞ എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമുക്ക് അറിയാം ഹോസ്പിറ്റലൊക്കെ പ്രത്യേകം കളർ ബിന്നുകളൊക്കെ ആയിരിക്കും അല്ലെ. ഹോസ്പിറ്റലിലെ വേസ്റ്റുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറെ ബിന്നുകളൊക്കെ വെച്ചിട്ടുണ്ടോ? അതൊക്കെ കളർ കോഡ് കൂടിയിട്ടായിരിക്കും അല്ലേ. ആണോ? ഇനി ചെയ്യുമ്പോഴൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേര്. ഇനി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മളൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുടെ പേരുകളൊക്കെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ വേസ്റ്റ് ബിന്നുകളൊക്കെ വ്യത്യസ്ത കളർ കോഡുകളിലൊക്കെ ആയിരിക്കും അവർ കീപ്പ് ചെയ്യുന്നത്. സോ അതനുസരിച്ചിട്ട് അവരെ കീപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് കളക്ട് ചെയ്ത് അതെല്ലാം എഫക്റ്റീവ്ലി ഡിസ്പോസ് ചെയ്യുക അല്ലെ. അതെല്ലാം നമുക്കറിയാം നശിപ്പിക്കുക എന്നുള്ളത് നല്ല ഫലപ്രദമായ രീതിയിൽ തന്നെയായിരിക്കും നശീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത് അല്ലെ. എല്ലാം കൂടി ഫിക്സ് ചെയ്തിട്ടുള്ള നശിപ്പിക്കാം. അതിന് സെപ്പറേറ്റ് പിന്നീട് ഉള്ള വസ്തുക്കളെ സെപ്പറേറ്റ് പ്രൊസീജിയർ അനുസരിച്ചിട്ട് തന്നെ അല്ലെ. സ്ട്രിക്റ്റ് ഹോസ്പിറ്റൽ ഡിസ്പോസൽ പ്രൊസീജിയർ ഉള്ള കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള പ്രൊസീജിയർ അല്ലെ. നല്ല രീതിയിലുള്ള അച്ചടക്ക നടപടിക്രമം പ്രകാരം തന്നെയായിരിക്കണം ഓരോ ബിന്നുകളിലെ വേസ്റ്റുകളൊക്കെ നശിപ്പിച്ച് കളയേണ്ടത്. സോ അത് ഹാൻഡിൽ ചെയ്തു പോകുന്നത് ഹൗസ് കീപ്പിംഗ് ആണ്. അത് കൃത്യമായിട്ട് തന്നെ അവര് ക്ലീനിങ് സെക്ഷനൊക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നിർവഹിച്ചു പോകുമ്പോഴാണ് ഹോസ്പിറ്റലില് പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഡോക്ടേഴ്സിന് അസുഖങ്ങളൊന്നും അല്ലെ നഴ്സുമാർക്കൊക്കെയുള്ള വർക്കേഴ്സ് ഒക്കെ ഹെൽപ്പ് അല്ലെ അവിടെ ആരോഗ്യവാന്മാരായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം പറയുകയാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. കാറ്ററിംഗ്. ഓക്കെ, ഇതെല്ലാം ഞാൻ പറഞ്ഞു ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കുന്നുണ്ട്. ഹൗസ് കീപ്പിംഗ് പഠിക്കുന്നുണ്ട്, ചെറിയ ചാപ്റ്റർ ഒക്കെയാണ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നിങ്ങളൊക്കെ ഒരു ചാപ്റ്ററായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അവിടെ എന്താണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം എന്താണ് ലഭ്യമാകുന്നത്? പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും വീട്ടിൽ നിന്നായിരിക്കും ഫുഡൊക്കെ കൊണ്ടുപോകുന്നത്. കേസ് ഷുഗർ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവിടെ ഡോക്ടേഴ്സിന് കർശനമായിട്ടുള്ള കുറെ ചാർട്ടൊക്കെ ഉണ്ട് അല്ലെ. ഡയറ്റീഷ്യന്റെ ചാർട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടൊക്കെ ഫുഡൊക്കെ കൊടുക്കേണ്ട വരും അല്ലെ. മിക്കവാറും ഹോസ്പിറ്റലുകളിലൊക്കെ എന്താണ് ഫുഡ് കാര്യങ്ങളൊക്കെ അല്ലെ എന്താണ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അവിടെയുള്ള പേഷ്യൻസിന് ലഭ്യമാക്കുന്ന വിധത്തിലുള്ള സേവനങ്ങളുണ്ടാവും, ലഭ്യമാകുന്നുണ്ടോ അല്ലേ. വലിയ ഹോസ്പിറ്റലുകൾ ചെറിയ ഹോസ്പിറ്റലുകൾ വെച്ച് മിക്കവാറും ഹോസ്പിറ്റലിലൊക്കെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ കൂടി പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. This department provides food services to inpatients, their families and staff of the hospital based on a nutritional menu provided by the nutrition department. Okay, പോഷക കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പൊ ഡയറ്റീഷ്യൻസ് ഒക്കെ ഒരുപാട് കൂടി പ്രാധാന്യത്തോടുകൂടി വർക്ക് ചെയ്യുന്ന അല്ലെ ഹോസ്പിറ്റലിലെ സേവനം അനുഷ്ഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ പോഷക സമൃദ്ധമായിട്ടുള്ള കൂടിയിട്ട് അല്ലെ
അവരുടെ ആ ഡിപ്പാർട്ട്മെന്റ് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയൊക്കെ സേവനത്തോടു കൂടിയിട്ട് ഡയറ്റീഷ്യന്മാരാണ് ഇവരുടെ ഫുഡുകളിൽ ഇന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എന്താ എന്ന് ഉറപ്പുവരുത്തുന്നത് അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇൻപേഷ്യന്റ് ഇല്ലേ, ഇൻപേഷ്യന്റ് നമുക്കറിയാം ഇന്ന പേഷ്യൻസിന് ഡയറ്റിക്സ് കൃത്യമായിട്ട് തന്നെ നിർദ്ദേശിക്കുന്നില്ല അല്ലെ, എരിവുള്ളത് കൂട്ടാൻ പാടില്ല, ഉപ്പുള്ളത് കൂട്ടാൻ പാടില്ല, മധുരമുള്ളത് കൂട്ടാൻ പാടില്ല, എന്നാൽ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടായിരിക്കാൻ വേണം അല്ലെ. അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഭക്ഷണ ക്രമങ്ങളെല്ലാം അവിടെ അവർക്ക് ഇൻപേഷ്യൻസിനൊക്കെ ലഭ്യമാകുന്നത്. സോ അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ന്യൂട്രീഷ്യന്റെ ഒക്കെ സേവനത്തോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ആൻഡ് സർവീസ് ഹാൻഡിൽ ചെയ്യുന്ന അല്ലെ, അവിടെയുള്ള ഇൻപേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കെല്ലാം ഫുഡ് വിതരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് ഡിപ്പാർട്ട്മെന്റ്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ അവര് നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി സഹകരണത്തോട് കൂടിയിട്ടാണ് അവരിത് ഹാൻഡിൽ ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം ഇൻപേഷ്യൻസിനൊക്കെ കൃത്യമായിട്ടുള്ള മെനു ചാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ ഫുഡ് സപ്ലൈ ചെയ്യുന്നതായിട്ട്. Okay, dietitian is a member of the health team and works closely with the nursing service personnel in meeting the patient's nutrition needs and in teaching. Okay. അതറിയാം, അത് ഹെൽത്ത് ടീമിന്റെ ഒരു മെമ്പർ കൂടിയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അവര് നഴ്സിംഗ് അല്ലെ, അവിടെ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരുടെ നഴ്സുമാരൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യും. ഓക്കെ, ഇന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത്, ഇന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ വിതരണം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ടീച്ചിങ് കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് ഡയറ്റീഷ്യൻസ് അവിടെ കൃത്യമായിട്ട് തന്നെ അവരുടെ സേവനം അനുഷ്ഠിക്കുന്നതാണ്. He or she is responsible for the ordering of supplies and the supervision of all staff engaged in the preparation and delivery of food. Okay, നമുക്കറിയാം അല്ലെ, ഒരു മേൽനോട്ടം എവിടെയും ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനും അവിടെ അവരുടേതായിട്ടുള്ള സൂപ്പർവിഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഡയറ്റീഷ്യൻസ് പറയുന്ന ചട്ടപ്രകാരമാണ് അല്ലെ ഓരോ ഇൻപേഷ്യന്റിനും അവരുടെ ഓരോ വാർഡ് കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള നഴ്സുമാരൊക്കെ ആയിട്ട് അവിടെ പരസ്പരം യോജിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളൊക്കെ അവരെ കൃത്യമായിട്ട് അറിയിക്കും. അതനുസരിച്ചിട്ടായിരിക്കും അവർക്ക് സപ്ലൈ ചെയ്യുന്നത്. വീണ്ടും പറയുന്നുണ്ട്, he or she is responsible for the ordering of the supplies and the supervision of all staff engaged in the preparation and the delivery. അല്ലെ, അവിടെ ഫുഡ് വിതരണം ചെയ്യപ്പെടും, അതിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളിലൊക്കെ അവിടെ ഒരു സൂപ്പർവിഷൻ ഡയറ്റീഷ്യൻസിന്റെ ഒക്കെ സൂപ്പർവിഷൻ അവിടെ കേന്ദ്ര ചുമതല നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അതായത് ഭക്ഷണ സംബന്ധമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഇൻപേഷ്യന്റ് ആയിട്ട് കിടക്കുന്നവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം ഇവിടെ ന്യൂട്രീഷ്യന്റെ മേൽനോട്ടത്തിലെല്ലാം കൃത്യമായിട്ടുള്ള നഴ്സുമാരോട് കൃത്യമായിട്ടുള്ള ടീച്ചിങ് ഒക്കെ കൊടുത്തിട്ടാണ് അവിടെ സപ്ലൈ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് ഓർത്തുവയ്ക്കാൻ അത് എന്താണ് ഫുഡ് അതിന്റെ സപ്ലൈയുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. കേരളയും വായിച്ചു നോക്കാം. നമ്മളൊരു 4 ഡിപ്പാർട്ട്മെന്റ് അല്ലെ, 5 ഡിപ്പാർട്ട്മെന്റ് ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പരിചയപ്പെട്ടു പോയത്. വായിച്ചു നോക്കാം. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് വരാറുണ്ടോ. അപ്പൊ ഓരോ പോയിന്റിനെ ജസ്റ്റ് തുടക്കം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, എന്താണ് എന്നുള്ള ഒരു ഐഡിയാസ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും provides food service to inpatient and their families and staff of the hospital based on nutrition menu. Okay, അത് ന്യൂട്രീഷൻ മെനു അനുസരിച്ചിട്ട് അവർക്കെല്ലാം ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഡിപ്പാർട്ട്മെന്റ് കൂടി പരിചയപ്പെടുത്താനോ? അല്ലേ, ക്ലിയറാണോ? നമുക്ക് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് കൂടി പരിചയപ്പെടാം.
മെഡിക്കൽ സോഷ്യൽ വർക്ക്. അതാണ് മെഡിക്കൽ സോഷ്യൽ വർക്കിൽ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മള് പറഞ്ഞ മാതിരി തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പല തരത്തിലുള്ള സഹായം അവിടെ ആവശ്യമാണ്. എന്താണ് പേഷ്യൻസ് അല്ലെ, നമുക്ക് എന്താണ് രോഗാവസ്ഥ എന്നൊക്കെ അറിയാത്ത ഒരു ജിജ്ഞാസാപരമായ രീതിയിലൊക്കെ ആയിരിക്കും പോകുന്നത്. ചിലപ്പോ ചില രോഗനിർണയമൊക്കെ നടത്തി കഴിയുമ്പോൾ ചിലപ്പോൾ പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ വരാം അല്ലെ. ചില പേഷ്യൻസിനാണെങ്കിൽ അവരുടെ ഫാമിലി റിലേറ്റീവ് പേഴ്സൺസിനൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഫിനാൻഷ്യലി ബേർഡൻ വരുമ്പോഴൊക്കെ അവർക്ക് ഫേസ് ചെയ്യാനായിട്ട് അല്ലെ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു അവസ്ഥ വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതയൊക്കെയുണ്ട്. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയുണ്ട്. അതാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക്. MSW നമുക്ക് അറിയാൻ മിക്കവാറും ഇപ്പോ MSW അല്ലെ അത് പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പബ്ലിക്കിന് അല്ലെ തീർച്ചയായിട്ടും എന്താണ് പേഷ്യൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഹോസ്പിറ്റലിലെ സേവനത്തിന് വീണ്ടും വീണ്ടും അവർ വരും അല്ലെ. അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീർച്ചയായിട്ടും അതൊരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം അവിടെ ലഭ്യമാക്കുന്നുണ്ട്. സോ ഈ ഇതിന്റെ സേവനം ഇവരുടെ സേവനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വിത്ത് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഹെൽപ്പ് പേഷ്യൻസ് ആൻഡ് their families deals with a broad range of psychological issues and stress related to coping with the illness and maintaining health. നമുക്കറിയാം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെ, അതേപോലെ തന്നെ അസുഖങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്ട്രെസ് അല്ലെ പെട്ടെന്ന് തന്നെ അവരെ പേടിച്ചിരുന്ന അവസ്ഥയിലേക്ക് വരാം അല്ലെ. നമുക്കറിയാം പ്രത്യേകിച്ച് നമുക്കറിയാം ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഒരൊട്ടും പ്രതീക്ഷിക്കാതെയായിരിക്കും രോഗികളാണ് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിപ്പെടുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെ അവരെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റലിൽ വരുന്നവര് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അവര് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഒക്കെ ആയിരിക്കും. പക്ഷെ അതിക്കാ കൂടുതൽ അവർക്ക് വലിയ വലിയ അസുഖങ്ങളുടെ ഒരു പിടിയിൽ അമർന്നു എന്നുള്ള ഒരവസ്ഥ അത് ഉൾക്കൊള്ളാനായിട്ട് എല്ലാ പേഷ്യൻസും അവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ പറ്റാത്ത അവസ്ഥകളൊക്കെ വരാം. അങ്ങനെയുള്ള ഇഷ്യൂസുകൾ വരുമ്പോൾ അവരെ ഡീൽ ചെയ്യുന്നത് ആര് ആയിരിക്കും? മെഡിക്കൽ സോഷ്യൽ വർക്ക് ടീം ആയിരിക്കും അവരെ ഹാൻഡിൽ ചെയ്യുന്നത്. This department addresses the challenges of family faces, increase the accessibility to healthcare and serve as a bridge between the doctors and individual, family and community. Okay, നമുക്കറിയാം ചിലപ്പോഴൊക്കെ ചില സഹായങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, സഹായിക്കുന്ന ചെറിയ സംഘടനകളൊക്കെ ഉണ്ടാവാം. അങ്ങനെ പല പല മാറ്റേഴ്സുകളൊക്കെ ഉണ്ടാവും. ചില അല്ലെ ഒരുപാട് പേയ്മെന്റ്സുകളൊക്കെ ഒന്നിച്ച് അടയ്ക്കേണ്ടതുണ്ടാവുന്ന ചില ആനുകൂല്യങ്ങളൊക്കെ പേഷ്യൻസിനൊക്കെ ലഭ്യമാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നോളജ് അവർക്ക് പകർന്നു കൊടുക്കാം അല്ലെ. വരുന്ന കസ്റ്റമേഴ്സിന് അതായത് പേഷ്യൻസിന് അവരുടെ ഫാമിലീസിനൊക്കെ കൃത്യമായിട്ട് തന്നെ പകർന്നു കൊടുക്കാം. ഇന്ന കാര്യങ്ങൾ ഇന്ന വെല്ലുവിളികൾ ഉണ്ടായെങ്കിൽ തന്നെ അതിലേക്ക് ഈ രീതിയിലൊക്കെ ഫേസ് ചെയ്യാം. ഫിനാൻഷ്യൽ ബേർഡനൊക്കെ നമുക്ക് ലഘൂകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിൽ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അതിന്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതിന്റെ സേവനങ്ങളെ കുറിച്ചിട്ടൊക്കെ മോസ്റ്റ്ലി നമുക്കറിയാം അവരെ ഹെൽപ്പ് കൊള്ളും. അപ്പൊ തീർച്ചയായിട്ടും മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ് അവിടെ പറയുന്നത്? serves as a bridge between the doctors and the individual, family and the community. In case ഡോക്ടേഴ്സ് ഒരു പരിധി വരെ മാത്രമാണ് പേഷ്യൻസിനെ അല്ലെ ജസ്റ്റ് അവരുടെ രോഗാവസ്ഥയില് കുഴപ്പമില്ല എന്നൊക്കെ ഹാൻഡിൽ ചെയ്തവരെ അവരെ മനോധൈര്യം കൊടുക്കാതൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകാൻ സാധിക്കുള്ളൂ. പക്ഷെ കൂടി അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സിനാണ്. തീർച്ചയായിട്ടും അവിടെ ഡോക്ടേഴ്സിനും ഇൻഡിവിജ്വൽസിനും അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ ഒരു ഇടയില് ഒരു പാലം ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് പറയുന്നത് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. സോ അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം വഴി ഒരു അല്ലെ വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് ഈ അസുഖത്തിനെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നേടിക്കൊടുക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു തരത്തിലുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക്. തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യൻസിന് വരുന്ന അല്ലെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ സ്ട്രെസ്സിനെയൊക്കെ
കൈകാര്യം ചെയ്യുന്നതിന് ഹാൻഡിൽ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഭാഗം അവിടെ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യന്റിന് ഒരു സപ്പോർട്ടീവായിട്ട് നിലകൊള്ളുമ്പോൾ അവരെ ഹാപ്പി ആയിട്ട് തന്നെ അല്ലെ അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോവാം. സോ അവർക്ക് വീണ്ടും അല്ലെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനൊക്കെ വീണ്ടും ഈ ഹോസ്പിറ്റലിൽ സേവനം ലഭ്യമാണ് ആവശ്യപ്പെടല്ലേ അംഗീകരിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെതായിട്ടുള്ള നല്ല രീതിയിൽ തന്നെയായിരിക്കും പേഷ്യൻസിനോട് ഇടപെടുന്നത്. ഓക്കെ, മെഡിക്കൽ സോഷ്യൽ വർക്ക് ഓക്കെ ക്ലിയർ ആണോ? ആ ഫസ്റ്റ് പോയിന്റ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. ഡിപ്പാർട്ട്മെന്റ് മാൻഡ് വിത്ത് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഹെൽപ്സ് പേഷ്യൻസ് ആൻഡ് their family deals with a broader range of psychological issues. മാനസികമായിട്ടുള്ള എന്തെങ്കിലും പിരിമുറുക്കങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഫാമിലി മെമ്പേഴ്സിനെയും അതേപോലെ തന്നെ പേഷ്യൻസിനെയും ഒക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അല്ലെ അവരെ സപ്പോർട്ടീവായിട്ട് നിലകൊള്ളാനായിട്ട് അല്ലെ ബന്ധപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ അല്ലേ? ആണോ? ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് പോയില്ലേ? അടുത്തത് കൂടി എടുക്കണോ? ശരിയായോ? തോന്നുന്നു നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമുക്ക് ഫിനിഷ് ചെയ്യാം. അടുത്ത ക്ലാസ് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിന്റെ കൂടി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പേഷ്യന്റ് കൂടി ഒന്ന് എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കാം. പേഷ്യന്റ് എടുത്തിട്ടില്ലല്ലോ? ഔട്ട് പേഷ്യന്റ് എടുത്തിട്ടുണ്ടാവും. പേഷ്യന്റ് നമുക്ക് എടുക്കാവുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് കഴിയുമ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് തീർക്കാൻ സാധിക്കും. അപ്പോ അത് കഴിയുമ്പോൾ ഇൻപേഷ്യന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വായിച്ചു നോക്കിയല്ലോ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഒന്നിച്ചു പോകാനായിട്ട് ശ്രമിക്കാണ്ടോ? വായിച്ചു തന്നെ പോവുക. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ചോദിച്ചു കാണാറുള്ളത്. എന്താ പറയാ ഒരുപാട് പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെന്റും എന്താന്നുള്ളത് മനസ്സിലാക്കി തന്നെ വിളിക്കാം. അപ്പൊ അതനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറയും. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ? കമ്പ്യൂട്ടർ ആക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകള്? അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.